മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ സാധാരണക്കാരോട് പോലീസിന്റെ ക്രൂരത. മുഖ്യമന്ത്രി കടന്നു പോകുന്നതിനാൽ മരുന്ന് വാങ്ങാനെത്തിയ ആളിന്റെ കാർ പാർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല. ഇന്നലെ കാലടി മറ്റൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം. അസുഖമുള്ള കുഞ്ഞിന് മരുന്ന് വാങ്ങാനെത്തിയ അച്ഛനാണ് ദുരനുഭവം. മരുന്ന് കട അടപ്പിക്കുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തി. സാറേ ഞങ്ങൾ ഇവിടെ 1 കിലോമീറ്റർ പോയി ചേട്ടാ ഇങ്ങോട്ട് നോക്കണം. ഈ കൊച്ചിനെ തൊട്ട് നോക്കിട്ടോ ചേട്ടാ വണ്ടി ഒന്ന് നിർത്തിയിട്ട് കടയിൽ കയറി സാധനം മേടിക്കും. ആ സാധനം മേടിക്കാൻ സംബന്ധിച്ചില്ല. ആളെ ഇറങ്ങിപ്പോ പറഞ്ഞ് വണ്ടി മാറ്റിയാ പറഞ്ഞു. എന്താ അവര് ചെയ്യണേ? ഈ മരുന്ന് എന്തിനുള്ളായിരുന്നു? കൊച്ചിന് സുഖമില്ലാത്ത മരുന്ന്, പനിക്കും മറ്റേ ഫിക്സിന് വേണ്ടിയുള്ള മരുന്നാണ്. ഈ കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് ഫിക്സ് വന്നു കഴിഞ്ഞാൽ കൊച്ചിന് എന്തും സംഭവിക്കാം. ഇത് ആര് സമാനം പറയും? ഏകദേശം എത്ര വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ മരുന്നായിരിക്കും? ഒരു 3 വയസ്സ് താഴെ. എപ്പോഴായിരുന്നു ഇത് സംഭവം? എപ്പോഴായിരുന്നു ശരിക്കും? വൈകിട്ട് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നതിന് മുമ്പ്. മുഖ്യമന്ത്രിയുടെ വാഹനമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കുറെ വാഹനങ്ങൾ മന്ത്രിയുടെ കുടി വെച്ച് കൂടും. അതായിരുന്നു നമുക്ക് പറയാനില്ല. ആംബുലൻസ് ഉണ്ട്, അതിന്റെ കൂടെ കുറെ പോലീസ് വണ്ടികളുണ്ട്. ഈ ശരിക്കും ചേട്ടൻ അവര് മരുന്ന് മേടിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വരുന്നപ്പോ അവരെ കാറിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല. കാറിൽ നിന്ന് അവരെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. കൊച്ചിന് മരുന്ന് മേടിക്കാന്ന് പറയുമ്പോൾ എടുത്ത വഴി പുള്ളി പറഞ്ഞത് അതൊക്കെ എനിക്ക് മനസ്സിലായി. വണ്ടി എടുത്തുകൊണ്ട് പോകാനാണ്. വണ്ടി സാമാന്യ മര്യാദയ്ക്ക് ഇഷ്ടം പോലെ സ്ഥലം അവിടെ സൈഡിലുണ്ട്. നിങ്ങൾ വണ്ടി ഒതുക്കിയിടും, അതിന് മരുന്ന് മേടിക്കും. അതിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയണ്ടേ? ഇവര് മരുന്ന് ചേട്ടൻ മേടിച്ച് കൊണ്ടു കൊടുക്കുന്നതാണോ എന്നിട്ട് ആ വീഡിയോയിലുള്ളത്? അവരെ കയ്യിൽ മരുന്നിരിക്കുന്നത് മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് അത് ചേട്ടന്റെ അടുത്തുനിന്ന് വന്നിട്ട് അടുത്ത് മരുന്ന് മേടിച്ചുകൊണ്ട് സൈഡ് എടുത്തേക്ക് വിവരം പറഞ്ഞു. പിന്നെ വീണ്ടും അവിടെ കിടന്ന് ഈ SI ഇവരോട് ആക്രോശിക്കുകയാണ്. അതൊക്കെ കാണണം, വീഡിയോ കാണാം. അന്നേരമാണ് ഞാൻ ചെന്നത്. അതായത് ചേട്ടന്റെ അടുത്തുനിന്ന് മരുന്ന് വാങ്ങിയിട്ട് വീഡിയോയിൽ SIയുടെ മുമ്പിലേക്കാണ് പോണത്. അന്നേരമാണ് SI വീണ്ടും ഇവരെടുത്ത് ആക്രോശിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മരുന്ന് മേടിക്കാൻ പാടില്ല. വേറെ മരുന്ന് മേടിക്കാൻ എന്താ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ്. മെഡിക്കൽ ഷോപ്പുകളെല്ലാം തന്നെ അവധിയാണ്. ആകെപ്പാടെ അവർ അന്വേഷിച്ച് പിടിച്ച് വന്നൊരു മെഡിക്കൽ ഷോപ്പാണ്. അവിടെ ഇവർ ഇറങ്ങാനും സമ്മതിച്ചില്ല. സൺഡേ ആയതുകൊണ്ട് ഷോപ്പെല്ലാം അവധിയായിരിക്കും. ഡാനി പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടിയാണ് പോലീസുകാരന്റെ ഇടപെടലെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ സാഹചര്യം വിശദീകരിച്ചിട്ടും ധാർഷ്ട്യത്തോടുകൂടി പോലീസുകാരൻ പെരുമാറി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ പരാതികളാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് കട ഉടമയുടെ വാക്കുകളാണ്. ഈ പോലീസ് ശകാരിച്ച സാധാരണക്കാരനായ കുട്ടിക്ക് മരുന്ന് മേടിക്കാൻ എത്തിയ ആളെ കണ്ടെത്താനോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ കടക്കാരൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇന്നലെ കാലടി മറ്റൂർ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മറ്റൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം. ഇതിൽ ഇവർ പറയുന്നത് അവിടെ സാധാരണഗതിയിൽ അതീവ സുരക്ഷാ മേഖലയോ തന്നെ പ്രത്യേക സുരക്ഷാ സെക്യൂരിറ്റിയോ ഒന്നുമുള്ള സ്ഥലങ്ങളല്ല. ഇന്നലത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അതിൽ മുഖ്യമന്ത്രി ഇന്നലെ അതുവഴി കടന്നു പോയിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ കൂടുതൽ സെക്യൂരിറ്റി ഉണ്ട് എന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത്. അതിൽ വാഹനം പാർക്ക് ചെയ്ത് അതായത് നെടുമ്പാശ്ശേരിയിലേക്ക് തന്റെ ഭാര്യയെ കൊണ്ടുവിടാനായിട്ട് പോയ പിതാവും അതോടൊപ്പം തന്നെ അവരുടെ കുട്ടിയും ഇവർ രണ്ടുപേരുമാണ് കാറിലുണ്ടായിരുന്നത്. പോയി തിരിച്ചു വരുമ്പോഴാണ് അവിടെ ആക്കിയ ശേഷം തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ കുട്ടിക്ക് പനിക്കുകയും പനിയുള്ളതായി മനസ്സിലാക്കുകയും തുടർന്ന് മരുന്ന് വാങ്ങിക്കാനായിട്ട് അടുത്ത് കണ്ട മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തേക്ക് ഒതുക്കുകയും ചെയ്തു. പക്ഷെ അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് കടന്നു വരികയായിരുന്നു. കാലടി സ്റ്റേഷനിലെ ASI ആണ് അവിടേക്ക് വന്നതെന്നാണ് പിന്നീട് പരിസരവാസികൾ പറയുന്നത്. അദ്ദേഹം വരികയും വാഹനം ഇവിടെ നിന്ന് ഉടനടി മാറ്റണമെന്നും ഇവിടെ നിന്ന് പെട്ടെന്ന് നീങ്ങണമെന്നും എല്ലാം തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. ഇവർ കുട്ടിയുടെ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ മരുന്ന് മേടിക്കാൻ പോയ കുട്ടിയുടെ അച്ഛൻ ശരത്ത് നമുക്കൊപ്പം ഉണ്ട്. ശരത്ത്, എന്താണ് സംഭവിച്ചത്? അനാവശ്യമായി പോലീസ് തട്ടിക്കയറുകയായിരുന്നു? അതെ, ഞങ്ങള് മരുന്ന് വാങ്ങാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ കുട്ടിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത്. വണ്ടി എടുത്തിട്ട് പോടാന്ന് പറഞ്ഞു. എവിടെയും പോകുന്ന വഴിക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ നിർബന്ധപൂർവ്വം പുള്ളി യാത്ര പറഞ്ഞു വിട്ടു. അപ്പൊ ഞങ്ങൾ 1 കിലോമീറ്ററോളം മുമ്പോട്ട് പോയിട്ട് മെഡിക്കൽ ഷോപ്പുകളൊന്നും കണ്ടില്ല. തിരിച്ചു വന്നിട്ട് ആ മെഡിക്കൽ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ഹോട്ടലിന്റെ പാർക്കിംഗിൽ വണ്ടി ഇട്ടതിന് ശേഷമാണ് എന്റെ ബ്രദർ പോയിട്ടാണ് മരുന്ന് വാങ്ങിയിട്ട് വന്നത്.
അപ്പൊ അദ്ദേഹം ആ റോഡിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ മരുന്ന് കാണിച്ചു. സാർ മരുന്ന് വാങ്ങാൻ തന്നെയാണ്, കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തട്ടിക്കേറുകയും വണ്ടിയുടെ പേപ്പർ കാണിക്കാനും ലൈസൻസ് കാണിക്കാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്തേക്ക്. അപ്പൊ ഞാൻ ഇത് കണ്ടുകൊണ്ട് ഞാൻ കുട്ടിയെ കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പൊ അന്നത്തേക്ക് ആൾക്കാരൊക്കെ ചുറ്റും കൂടാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ഭയങ്കര മോശമായിട്ട്, അതായത് ഷൗട്ട് ചെയ്യണം, ഭയങ്കര ഷൗട്ട് ചെയ്യണം, വണ്ടി എടുത്തുകൊണ്ട് പോക്കോ, നിങ്ങൾ പോകുന്ന വഴിക്ക് അന്യ ഷോ ഇറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ആരോടും നടക്കുള്ളൂ. അദ്ദേഹം ഞങ്ങളോട് യാതൊരു എക്സ്പ്ലനേഷനും പറഞ്ഞില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് യാതൊരു എക്സ്പ്ലനേഷൻ. ഇവിടുന്ന് മരുന്ന് വാങ്ങാൻ പറ്റില്ല. എന്താണ് കാരണം എന്താണ് പറയുന്നത്? ഒരു കാരണവും പറഞ്ഞില്ല. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, വണ്ടി എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞു. ഒരു കാരണവും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അക്കാര്യം നിങ്ങളോട് വിശദീകരിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ അതിനുശേഷം ഒരു 1 അവറിന് ശേഷം, ഒരു ഹാഫ് ആൻ അവറിന് ശേഷമാണ് അത് അറിയുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രി ഞങ്ങളെ പാസ് ചെയ്ത് പോയത്. ഏകദേശം ഞങ്ങൾ വാറ്റുകൂടി എടുക്കാറായ സമയത്ത് പാസ് ചെയ്ത് പോയത്. അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുഖ്യമന്ത്രി പോകുന്നതാണെന്ന്. അത് ശരിക്കും അദ്ദേഹത്തെ കരിവാരിത്തേക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമങ്ങളൊക്കെ ആയിരിക്കാം എനിക്ക് ഇപ്പൊ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാണ്ട് ഞങ്ങളോട് അത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നോർമലി ആരാണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കാലത്ത് മനുഷ്യത്തോടെ സംസാരിക്കില്ല. അതൊന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഈ കടക്കാരനോടും തട്ടിക്കയറി അല്ലേ? ഇത് കണ്ടുകൊണ്ട് കടക്കാരൻ ചോദിക്കാൻ വന്നു. അതായത് അദ്ദേഹം കണ്ടതാണ് ഞങ്ങൾ ആദ്യം വണ്ടി നിർത്തും, പോകും, തിരിച്ചു വരുന്നതും, ഇതിന്റെ മരുന്ന് മേടിച്ചു നോക്കുക. പുള്ളിയുടെ അടുത്ത് മരുന്ന് മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങി വന്നു. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ കട ഞാൻ പൂട്ടിക്കുന്നതാണെന്ന് പറഞ്ഞു. അത് വലിയൊരു ദൃശ്യങ്ങളിലുണ്ട്. ശരി, വളരെ നന്ദി ശരത്ത്, ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട അമിത സുരക്ഷ അത് സാധാരണക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഇതിനു മുൻപും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി അത്തരം കാര്യങ്ങൾ ചർച്ചയാവുകയാണ്. ശരത്ത് തുടരുന്നുണ്ടോ? ശരത്തിന് കേൾക്കാമോ? ശരി, ഡാനി പോളിലേക്ക് വീണ്ടും പോവുകയാണ്. ഡാനി, ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഉണ്ടായ മോശം അനുഭവം എന്താണ് എന്ന് നമ്മളോട് പറയുകയായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനോട് മോശമായി പെരുമാറുന്നു, ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടും കുട്ടിയെ കൂടെ കണ്ടിട്ടും അതിന് ഫിക്സ് വരുന്ന കുട്ടിയാണ്, ആ സാഹചര്യം ഒക്കെ പറഞ്ഞിട്ടും പോലീസുകാരൻ ശകാരം തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, മരുന്ന് കൊടുത്ത ഷോപ്പിന്റെ ഉടമയെ കൂടി അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ കടയടപ്പിക്കും എന്നതുൾപ്പെടെയുള്ള ഭീഷണി പോലീസുകാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾ ഈ രീതിയിൽ ഒഴിപ്പിക്കുന്നതൊന്നും അത് ആവശ്യമുള്ളതാണോ? ആ റോഡ് നമുക്ക് കാണാം, വളരെ വീതിയുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരം വലിയ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടോ? രേണുക, കാലടി, മറ്റൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ദേശീയപാതയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ വളരെ സാമാന്യം, എറണാകുളം നഗരത്തെ അപേക്ഷിച്ച് സാമാന്യം വീതി കൂടിയ റോഡുകളാണ്. വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാൻ കഴിയും. പക്ഷെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പോലീസ് ജാഗ്രത കാണിച്ചതുകൊണ്ടാവാം ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം പക്ഷെ ഇതിൽ കുട്ടിയാണ്, അതോടൊപ്പം തന്നെ ഒരു പിതാവ് മരുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് വളരെ വ്യക്തമാകുന്നു. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും ഈ രീതി മറ്റുള്ളവരോടെന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധത്തെ നേരിടുന്ന സ്വഭാവത്തോടുകൂടി ഇതിനെ നേരിടേണ്ടതുണ്ടോ എന്നാണ് പൊതുവായൊരു ചോദ്യം ഉയരുന്നത്. കാരണം മരുന്ന് വാങ്ങിക്കാൻ ഉൾപ്പെടെയുള്ള ഒരു ആവശ്യങ്ങൾക്ക് ജനങ്ങൾക്ക് പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ ഈ വാഹനവ്യൂഹം കടന്നു പോകുന്ന വഴികളിലുള്ളവർ ഇത്തരം ആവശ്യങ്ങളായിട്ടെല്ലാം വരുമ്പോൾ എന്താണ് പിന്നീട് അവരെയും ഏത് ഗണത്തിൽപ്പെടുത്തിയാണ് പോലീസ് കാണുന്നതെന്നാണ് ഒരു വലിയ ചോദ്യമായിട്ട് മാറുന്നത്. ഒന്നുകൂടെ തുടരുക. ശരത്ത് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, നിങ്ങൾക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെയും ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ സമയം മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് നിങ്ങളോട് മോശമായി സംസാരിച്ചു എന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസുകാരനെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിക്ക് മുതിരുന്നുണ്ടോ? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? പോരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഞങ്ങളുടെ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി, ഇനി വല്ല പെറ്റിയോ വല്ല അടിച്ചോ വല്ല കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണെന്ന് സംശയം ഉണ്ടായി. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ യാത്ര തുടരുന്നതിന് മുമ്പ് തന്നെ ആലുവ റൂറൽ എസ്.പിക്ക് ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ പരാതി പറയുകയുണ്ടായി. കൺട്രോൾ റൂമിലും വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. വീട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി അയച്ചിട്ടുണ്ട്, മെയിലായിട്ട് അയച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ മുമ്പോട്ട് പറഞ്ഞാണ് ഞങ്ങൾ തീരുമാനം. ഈ പോലീസുകാരന്റെ മോശം പെരുമാറ്റത്തിന്റെ പേരിലാണ് അല്ലേ? എന്താണ് നിങ്ങൾ ആ പരാതിയിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്? എന്താണ് ഈ ഒരു പോലീസുകാരന്റെ മാത്രം പെരുമാറ്റം തന്നെയാണ്. പോലീസ് സേനയുടെ മൊത്തം പ്രശ്നമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഇദ്ദേഹത്തിന് ഞങ്ങളെ കേൾക്കാനുള്ള ഒരു ഇത് പോലും, ഞങ്ങളുടെ കുട്ടിയെ കണ്ടതാണ്, കുട്ടീന്റെ തോളിൽ പനിച്ച് കിടക്കുന്ന പുള്ളി കണ്ടതാണ്. അതിന് ഒരു മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റം ഇദ്ദേഹത്തിന് മാത്രം കുഴപ്പമാണ്.
ശരി, അദ്ദേഹം ഞങ്ങളോട് എന്തോ മുൻവൈരാഗ്യത്തോടുകൂടി സംസാരിക്കും, അതായത് കൊലപാതകളോട് അല്ലെങ്കിൽ കുറ്റവാളികളോട് സംസാരിക്കുന്ന രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ എന്തിനാണ് അവിടെ വന്നതെന്ന് എനിക്ക് അറിയാം എന്ന രീതിയിൽ അങ്ങനെയൊക്കെ എന്തോ മോശമായിട്ടൊക്കെ മുൻവിധിയോടുകൂടി സംസാരിച്ചു. നടപടി എടുക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്തായാലും നടപടികളുമായി മുന്നോട്ട് തന്നെ പോകൂ അല്ലേ? ഉറപ്പായിട്ടും. ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നോ? എന്താ സംഭവിച്ചത്, എന്താണ് നിങ്ങൾക്കുണ്ടായ മോശം അനുഭവം എന്ന് ചോദിച്ചറിയാൻ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ആരും വിളിച്ചിട്ടില്ല. വേറെ ഇപ്പം ചാനലുകാർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വേറെ ആരും വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടില്ല. പരാതി കൊടുത്തതിന് മറുപടിയും കിട്ടിയിട്ടില്ല. ഈ കടയുടമയ്ക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് കണ്ടിരുന്നു. അല്പം മുമ്പ് ഞങ്ങൾ കാണിച്ചിരുന്നു പ്രേക്ഷകരെ. കടയുടമ ഏതെങ്കിലും തരത്തിൽ പരാതി മൂവ് ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ സംസാരിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, ശരി ശരത്ത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആലുവ സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ശരത്ത് പറയുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും മോശം അനുഭവം പോലീസുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായി. അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാതി. സാധാരണക്കാരെ വലച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ടതുണ്ടോ, ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് വീണ്ടും ഉയരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. നീ ഇവിടെ നിന്ന് അവിടെ ഞാൻ വന്നത് സംശയമില്ല. ഈ കൊച്ചു പനിച്ചു വെക്കുന്നുണ്ടല്ലേ? മനസ്സിലായി. ഞങ്ങൾ എവിടെ നിർത്തി മേടിക്കണം? അല്ല, ഈ കൊച്ചിനെ ഇങ്ങോട്ട് സാറേ, ഞങ്ങൾ ഇവിടെ 1 കിലോമീറ്റർ പോയി. ചേട്ടാ ഇങ്ങോട്ട് നോക്കണം. ഈ കൊച്ചിനെ തൊട്ട് നോക്കിട്ടോ. കൊച്ചിന് മരുന്ന് പിടിക്കാൻ വന്നപ്പോ ഇങ്ങോട്ട്